കണ്ണടച്ച് തുറക്കും മുമ്പ് വളർന്നു പന്തലിച്ച ബിസിനസ് സാമ്രാജ്യം. മോഹൻലാലും ഷാരൂഖ് ഖാനും മുതൽ ലയണൽ മെസ്സി വരെ ബ്രാൻഡ് അംബാസിഡർമാർ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ മുതൽ ഫിഫ വേൾഡ് കപ്പ് വരെ സ്പോൺസർ ചെയ്തു 2015 രൂപീകരിച്ച ഈ തിങ്കിങ് ആൻഡ് ലേണിംഗ് കമ്പനി വിദ്യാഭ്യാസത്തിന്റെ ഭാവി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സംരംഭമായിരുന്നു ബൈജൂസ്. അഴീക്കോടുകാരനായ ബൈജു രവീന്ദ്രന്റെയും ഭാര്യ ദിവ്യ ഗോകുൽനാഥിന്റെയും അവരുടെ കുറച്ചു വിദ്യാർത്ഥികളുടെയും കൂട്ടായ്മയിൽ ഉരുത്തിരിഞ്ഞ സംരംഭം വളർന്നു പന്തലിക്കുന്നത് അത്ഭുതത്തോടെയായിരുന്നു നാം എല്ലാം വീക്ഷിച്ചത്. വളർച്ച പോലെ തന്നെ വളരെ വേഗത്തിലായിരുന്നു ബൈജൂസിന്റെ തകർച്ചയും. ബൈജു രവീന്ദ്രൻ ഇന്ത്യ വിട്ടെന്നും ദുബായിലാണെന്നുമാണ് വിവരം. നേരത്തെ ബൈജു ഇന്ത്യ വിട്ടാൽ അറിയിക്കണമെന്ന് കാട്ടി ED നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. അതിനുശേഷമാണ് ബൈജു രവീന്ദ്രൻ ദുബായിലേക്ക് പോയത്. അന്ന് രാജ്യം വിടുന്നതിന് തടസ്സമുണ്ടായിരുന്നില്ല എന്നതിനാലാണ് ബൈജു ദുബായിലേക്ക് മാറിയത്. ബൈജു ഇനി ഇന്ത്യയിലേക്ക് തിരികെ വരുമോ എന്നതിൽ വ്യക്തതയില്ല. ബൈജു രവീന്ദ്രനെതിരെ കഴിഞ്ഞ ദിവസം ED ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. ഓൺലൈൻ സൗകര്യങ്ങളെ ഏറ്റവും മികച്ച രീതിയിൽ വിനിയോഗിച്ചുള്ള വിദ്യാഭ്യാസം അവതരിപ്പിച്ചതാണ് ബൈജൂസിന്റെ വിജയത്തിന് കാരണമായത്. ക്ലാസുകൾ ഓൺലൈനിൽ സ്ട്രീം ചെയ്യുന്ന പതിവ് രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ഡിജിറ്റൽ വെർച്വൽ സങ്കേതങ്ങൾ ഫലപ്രദമായി വിനിയോഗിക്കുവാൻ ബൈജൂസിന് കഴിഞ്ഞു. കിൻഡർ ഗാർഡൻ മുതൽ MBA വരെയുള്ള കോഴ്സുകൾ ലളിതമായി വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞതിലൂടെ ദേശീയ ബ്രാൻഡായി വളരാൻ ബൈജൂസിന് കഴിഞ്ഞു. 2019 ആയപ്പോഴേക്കും അമേരിക്കൻ നിക്ഷേപകരായ സെക്കോയ, ഫേസ്ബുക്ക് സ്ഥാപകന്റെയും ഭാര്യയുടെയും പേരുള്ള ചാൻ സക്കർബർഗ് ഇനിഷ്യേറ്റീവ് എന്നീ കമ്പനികളിൽ നിന്നും മറ്റ് ആഗോള നിക്ഷേപകരിൽ നിന്നും $785 ദശലക്ഷം സമാഹരിക്കുവാൻ ബൈജൂസിന് കഴിഞ്ഞു. ടെൻസെന്റ്, ബ്ലാക്ക് റോക്ക് എന്നീ ആഗോള നിക്ഷേപക ഭീമന്മാരും അടുത്ത വർഷം ബൈജൂസിനെ തേടിയെത്തി. 2020 കൊറോണ ലോക്ക്ഡൌൺ ലോകവിപണിയെ തളർത്തിയപ്പോൾ ബൈജൂസിനുണ്ടായത് അപ്രതീക്ഷിത വളർച്ചയാണ്. സ്കൂളിൽ പോകാൻ സാധിക്കാത്ത കുട്ടികളുടെ ഒന്നാമത്തെ ചോയ്സായി ബൈജൂസ് മാറി. 2022 $22 ബില്യൺ ആയിരുന്നു ഈ കമ്പനിയുടെ മൂല്യം. ഈ വളർച്ച തന്നെയായിരുന്നു ബൈജൂസിന്റെ തളർച്ചയ്ക്കും കാരണമായത്. കുമിഞ്ഞുകൂടിയ പണം ഒരു ധാരണയുമില്ലാതെ ചെലവഴിച്ച ബൈജൂസ് മാർക്കറ്റിങ്ങിനായി പണം വാരിയെറിയുകയായിരുന്നു. നഷ്ടത്തിലായിരുന്ന വൈറ്റ് ഹാറ്റ് ജൂനിയർ, ആകാശ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഗ്രേറ്റ് ലേണിംഗ് തുടങ്ങിയ കമ്പനികൾ ഏറ്റെടുത്ത് ബിസിനസ് വിപുലപ്പെടുത്തുവാൻ ബൈജൂസ് നടത്തിയ ശ്രമങ്ങളും അമ്പേ പരാജയപ്പെട്ടു. കൃത്യമായ സമയത്ത് ഓഡിറ്റ് നടത്തുവാനും ബൈജൂസിന് കഴിഞ്ഞില്ല. കോവിഡ് കാലം കഴിഞ്ഞ് കുട്ടികൾ സ്കൂളിൽ പോയി തുടങ്ങിയതോടെ കമ്പനിയുടെ തകർച്ചയിലേക്കുള്ള വഴി തുറക്കുകയായിരുന്നു. അമേരിക്കൻ മാർക്കറ്റിൽ പ്രവേശിക്കുവാനുള്ള ബൈജൂസിന്റെ ശ്രമങ്ങളെല്ലാം വിഫലമായി. 900 കോടിയുടെ ഫെമ അഴിമതി കേസിൽ ED ബൈജൂസിനെതിരെ അന്വേഷണം ആരംഭിച്ചു. ആഘാതങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നതോടെ ബൈജൂസിന് അടിതെറ്റി. ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിടുന്നതും അസറ്റുകൾ കൈയൊഴിയുന്നതും ബൈജൂസിൽ പതിവായി. $20 ബില്യൺ നിന്ന് $3 ബില്യണിലേക്ക് ബൈജൂസിന്റെ മൂല്യം കൂപ്പുകുത്തി. വിവാദങ്ങളും നിയമപ്രശ്നങ്ങളും തുടക്കം മുതലേ ബൈജൂസിന്റെ കൂടെയുണ്ടായിരുന്നു.